ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് ഇന്നലത്തെ വ്ളോഗിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു വ്ളോഗാണ്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മളുടെ പേൾ വൈറ്റ് വണ്ടി, നമ്മുടെ എക്സസ് പേൾ വൈറ്റ് അടിച്ചതും പുറത്തേക്ക് ഇറങ്ങിയത് സെറ്റിങ് കഴിഞ്ഞു എന്നല്ല, സെറ്റിങ് ഇപ്പോഴത്തേ കുറച്ച് ബാക്കിയുള്ളൂ. ഇന്നലെ ഓട്ടയും കാര്യങ്ങളൊക്കെ നിന്നിട്ട് സെറ്റിങ്ങൊക്കെ ഏകദേശം ഞങ്ങൾ തീർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സിൽക്കി ഗോൾഡ് ഇന്നോവ ഇവിടെ ഏകദേശം കഴിഞ്ഞു, പക്ഷേ ബഫിങ് കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അത് ചെയ്യണം. ഇതിൻ്റെ പ്ലാറ്റ്ഫോം എപ്പോച്ചിങ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഒരു വണ്ടിയും ടോപ്പ് പോളിഷിങ് ബാക്കിയുണ്ടായിരുന്നു. ഗ്ലാസ് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആദ്യം. അപ്പോൾ ടോപ്പ് പോളിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു വണ്ടിയുടെ ബഫിങ്ങും അതേപോലെ തന്നെ ഏകദേശം സെറ്റിങ് കാര്യം കഴിഞ്ഞു, പക്ഷേ ഇതിൻ്റെ സീറ്റ് വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രേഡ് നമ്മുടെ ഇവിടുത്തെ വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി. ഫ്ലോർ മാറ്റിങ്ങും കാര്യങ്ങളും ഇനി വാഷിങ് മാത്രം ബാക്കിയുള്ളൂ. പക്ഷേ ഒരു ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. സീറ്റ് അവർ ഇന്ന് തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടുത്തെ പണിക്കാർ. പക്ഷെ അത് വൈകുന്നേരം ആവും, നാളെ കാലത്താവും എന്നൊക്കെ പറയണത്. അപ്പം അതിൻ്റെ ഒരു ടാസ്ക് ഇപ്പോൾ ഈ വണ്ടിയിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, മാക്സിമം നോക്കട്ടെ. അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കസ്റ്റമറോടും സംസാരിച്ചപ്പോൾ കസ്റ്റമർ എന്തായാലും വണ്ടി വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന്, കാരണം പണി ആളുടെ കസിൻ വരുന്നുണ്ട് എയർപോർട്ടിൽ. അപ്പോൾ എയർപോർട്ടിലേക്ക് വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ മാക്സിമം ഒന്നുകൂടി ഒന്ന് അവരെ പ്രഷർ ചെയ്യട്ടെ സീറ്റ് വർക്കിന്. അപ്പോൾ നമുക്കിതിന് കുറച്ച് സ്റ്റീരിയോ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി വണ്ടി ഇട്ടിട്ടുണ്ട്. വണ്ടിയിൽ നമ്മുടെ വർക്കും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സീറ്റ് വർക്കും സ്റ്റീരിയോ സെറ്റിങ് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ സീറ്റ് നമ്മൾക്ക് ഒരു വർക്കർ ലീവായി, അതായത് സ്പോട്ടി സീറ്റാണത്. അത് അടിക്കണത് ഒരാളും അതേപോലെ തന്നെ അതിൻ്റെ ഷേപ്പ് ഒട്ടിക്കുന്ന ഒരാളും. ഷേപ്പ് ഒട്ടിക്കുന്ന ആൾ വന്നിട്ടുണ്ട്, പക്ഷേ സ്റ്റിച്ചിങ് ചെയ്യുന്ന ആൾ ഇന്ന് ലീവ് കഴിഞ്ഞു. വേറെ ആളെ വെച്ചിട്ട് വേറെ വർക്കറെ നമുക്ക് എൻഎച്ച് കണ്ടുപിടിച്ച് ഇന്ന് അടുപ്പിക്കാൻ നോക്കണം എങ്ങനെ വന്നാലും. അതേപോലെ ഈ വണ്ടിയും വാഷിംഗ് അവറായിട്ടുണ്ട്. താഴെ ഇരിക്കണേ ആ പോട്ടെ. മതി 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 മതി. ചുമനയോട്ടിരിക്കണടാ. പോവോ? മതിടാ മതിടാ മതിടാ. आगे करते हैं गाड़ी को। क्या हुआ? किधर रखना है? रखना है इधर, उधर डाल दो। तो क्या है ना, एक उसको लगाएंगे। अरे बाप रे, हां बोला हां बोले। ഈ വണ്ടി ഫുള്ളും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് സീറ്റ് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. സീറ്റ് വർക്ക് കാര്യങ്ങൾ പിന്നീട് പറഞ്ഞു. അപ്പോൾ പിന്നെ കസ്റ്റമർ കൊണ്ടുവരാന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വണ്ടി കഴിഞ്ഞു. സിൽക്കി ഗോൾഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിൽക്കി ഗോൾഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് വാഷിങ്ങിലിടാം. അത് കഴിഞ്ഞിട്ട് വൈറ്റ്, അത് കഴിഞ്ഞിട്ട് ഗ്രേഡ് സീരിയോ സെറ്റിങ് കൂടി കഴിഞ്ഞ ശേഷം നമുക്ക് വാഷിങ്ങിലിടാം കേട്ടോ. സിൽക്കി ഗോൾഡ് വാഷിങ്ങിലേക്ക് കൊണ്ടുപോകണം കേട്ടോ.
പണി നമ്മുടെ റോഡ് പണി പുരോഗമിക്കുന്നുണ്ട്. ഒരു സൈഡ് ഏകദേശം തീർന്നിട്ടുണ്ട്, ഇനിയുണ്ട്. ഇത് വാഷ് ചെയ്തിട്ട് വൈറ്റ് വാഷിങ്ങിലിടാം. ഗ്രേഡ് അത് പണിക്കാരുടെ ലീവാണ്, ചില സമയങ്ങളിൽ വരുന്ന പ്രശ്നങ്ങളാണ് അതൊക്കെ. കസ്റ്റമർ ഇപ്പോഴും ഒരു കൺഫർമേഷൻ കസ്റ്റമറോട് നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. അവരും നോക്കട്ടെ, സീറ്റുകാരും നോക്കട്ടെ എന്ന് പറയട്ടെ. ഗ്രേ ഇന്നോവ നമുക്ക് ഇന്ന് ഡെലിവറി ചെയ്യണമായിരുന്നു, പക്ഷെ അതിൻ്റെ സീറ്റ് എത്തിയിട്ടില്ല. കസ്റ്റമറേയും വണ്ടിയല്ല നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ഇത് കൊടുത്തതാണ്. നമ്മൾ കൊടുത്തിട്ട് ഏകദേശം ഒരു 4 ദിവസമായി. 4 ദിവസം മുമ്പ് സീറ്റ് കൊടുത്തതാണ്. അപ്പോൾ അവർക്ക് ആകെ അടിക്കാനായിട്ട് 2 ദിവസം 3 ദിവസം മതി. പക്ഷെ അവർക്ക് വർക്കിലോടോ കസ്റ്റമേഴ്സ് പണിക്കാരുടെ ലീവ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അവർ നമ്പർ നോട്ട് ചെയ്യുന്നുണ്ട്. അതെ, അപ്പോൾ നമ്മൾ സിൽക്കി ഗോൾഡ് വാഷിങ്ങിലിട്ടു. പക്ഷേ സിൽക്കി ഗോൾഡിൻ്റെ ആള് തിങ്കളാഴ്ച വരുള്ളൂ എന്ന് പറയണേ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഓപ്പോസിറ്റ് പോകാൻ പാടില്ല എന്നുണ്ട്. നമ്മൾ ഏകദേശം 1/2 കിലോമീറ്റർ നമ്മുടെ ഗാരേജിക്ക്, അതിന് നമ്മൾ 7 കിലോമീറ്റർ ചുറ്റണം. ബൈക്ക് ആയതുകൊണ്ടാണ് പോകണം കേട്ടോ. നമ്മുടെ ഈ ഒരു വണ്ടി ഗ്രേ വണ്ടി ഇതേ വാഷിങ്ങിലേക്ക് ഇട്ടാണ്. ഇപ്പോൾ നാളെ ഒരു 11 മണിക്ക് ഡെലിവറി ആയിട്ടുണ്ട് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ സീറ്റ് വരണം, സീറ്റിൻ്റെയാണ് പ്രശ്നം. സ്റ്റീരിയോ സെറ്റിങ് അതേപോലെ സബ് സെറ്റിങ് കാര്യങ്ങളെല്ലാം തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബെൽറ്റ് ഇട്ടിട്ടില്ല, സീറ്റ് ജസ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യണത്. ഒന്നും വിചാരിക്കരുത്, നിയമം എല്ലാവർക്കും ബാധകമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വണ്ടി നമ്മളിപ്പോൾ വാഷിങ്ങിലേക്ക് കൊണ്ടുപോവാണ്. വാഷിങ് ഇവിടെ തൊട്ടടുത്താണ്. അപ്പോൾ വാഷിങ് കഴിഞ്ഞാൽ നാളെ നമുക്ക് ഈ വണ്ടി ഡെലിവറി ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ചെയ്യണം. ഇപ്പോൾ സീറ്റ് നാളെ ഒരു 8 മണി ആകുമ്പോൾ മോർണിംഗിൽ ഇവിടേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് സിൽക്കി ഗോൾഡിൻ്റെ ഇന്നോവ വാഷിങ്ങിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ വണ്ടിയുടെ കസ്റ്റമർ ഇന്ന് വരില്ല എന്ന് പറഞ്ഞു. അത്ര നമ്മൾ അത് കഴിഞ്ഞ വണ്ടിയായിരുന്നു. പിന്നെ പേൾ വൈറ്റിൻ്റെ കസ്റ്റമർ എത്തിയിട്ടുണ്ട്. പേൾ വൈറ്റ് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. സിൽക്കി ഗോൾഡും ഈ ഗ്രേ വണ്ടി നാളെ ഞായറാഴ്ച ഡെലിവറി ചെയ്യും. സിൽക്കി ഗോൾഡ് തിങ്കളാഴ്ച ഡെലിവറി ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വ്ളോഗ്. ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം, വൈറ്റ് വണ്ടിയുടെ മുന്നത്തെ സ്റ്റാറ്റസ് കാണാം. അതിനുശേഷം ഞാൻ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കാണിച്ചത്. മുന്നത്തെ സ്റ്റാറ്റസ് ആദ്യം കണ്ടിട്ട് പോട്ടാം. അപ്പോൾ ഇത് നമ്മുടെ വണ്ടി ആ ഒരു ഗോൾഡൻ വണ്ടി നമ്മൾ ഈ ഒരു മോഡലിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി ഇപ്പോൾ വാഷിങ്ങിലാണ്. വാഷിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾക്ക് വാക്സ് അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഗാരേജിലേക്ക് പോയിട്ട് കാണാം. അപ്പോൾ ഈ വണ്ടി ഇന്ന് ഡെലിവറി ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് കുറച്ച് ഫിറ്റിങ്സ് ഉണ്ട്. കുറച്ച് ഇപ്പോൾ പാർക്ക് സൈഡിലെ ഫെൻഡറിൻ്റെ ബൾബ്, അതുപോലെ ബാക്കിലെ ലോഗോ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഗാരേജിലേക്ക് എത്തണമെങ്കിൽ കറങ്ങി പോകണം. അവിടെ എത്തിയിട്ട് കാണാം നമുക്ക്. അപ്പോൾ നമ്മുടെ വൈറ്റ് ഇന്നോവ മാത്രമേ നമ്മളിന്ന് ഡെലിവറി ആയുള്ളതല്ല. സിൽക്കി ഗോൾഡിൻ്റെ ആൾ വന്നില്ല, ഗ്രേ കളറിൻ്റെ സീറ്റും വന്നില്ല. അപ്പോൾ ഗ്രേ കളർ നാളെ സൺഡേ പോകും. സിൽക്കി ഗോൾഡിൻ്റെ ആൾക്കാർ തിങ്കളാഴ്ച വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഒരു വ്ളോഗായിരുന്നു, ഗാരേജിലെ വിശേഷങ്ങളും കാര്യങ്ങളും അവിടുത്തെ തിരക്കും വേളൊക്കെ ആയിട്ടുള്ള വ്ളോഗായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.